ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കേറണേ. നായരേട്ടാ, 2 ചായ. ഗുരുവായൂരപ്പാ, ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? കാശില്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്തെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഗോലക്ഷ, 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസൊക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മണിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കൊച്ചു കള്ളന്മാരെ, അപ്പൊ സംഭവം ശരിയാണല്ലേ? ആ പെമ്പിള്ളേര് വന്ന് നിങ്ങളുടെ അടുത്ത് പ്രേമാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല. ആര്? ചന്ദ്രികയും കനകമേമോ? ആ, പിന്നീട് അമ്മണിയമ്മയല്ലേ എല്ലാം പറഞ്ഞത്. ആ പെമ്പിള്ളേര് രണ്ടുപേരും നിങ്ങളെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടയ്ക്കാൻ. സത്യം പറഞ്ഞാരേട്ടാ, അമ്മണിച്ചിട്ട് അങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു. ദേ, ഈ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നല്ലേ പറഞ്ഞു, ഇവിടെ വെച്ചാ പറഞ്ഞത്. എങ്കിൽ പുട്ടുപാത്രം പോരാ, 2 പഴവും കുടിക്ക് പോരട്ടെ. എന്നാ നേന്ത്രപ്പഴം തന്നെ ആയിക്കോട്ടെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടില്ല?